അല്ല ഇപ്പൊ തന്നെ കാശ് ഒരുപാട്. അതെ, ആ സാറ് വന്നിരിക്കുന്ന എന്തിനാന്നറിയാലോ അല്ലേ? അവക്കാടൊക്കെ 5 ലക്ഷം രൂപ വിലയൊന്നും വരില്ല. പെട്ടെന്ന് നിന്ന് മാംഗോ ജ്യൂസ് അടിച്ചോണ്ട് വാ. സുസ്മിക്കുട്ടി, ബാലേന്ദ്രൻ എന്താ ഈ വഴിക്ക്? എന്താ സുസ്മിക്കുട്ടി, എനിക്ക് ഈ വഴി വരാൻ പാടില്ല. സുസ്മിക്കുട്ടി വേണ്ട, ആ തള്ള കേക്കും. നമ്മുടെ കാര്യം നമുക്കറിയാലോ. നമ്മുടെ ഉള്ളിലിരുന്ന പോരെ. അതാണോ? ബാലേന്ദ്ര എന്ന് വളരെ ഫോർമലായിട്ട് വിളിച്ചപ്പോ ഞാനൊന്ന് പേടിച്ചു. ബാലേന്ദ്രൻ ഇരിക്കെ. സുസ്മിക്കുട്ടി, അല്ല സുസ്മിത ആകെ ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? തള്ളയ്ക്ക് നല്ല പേടിയാ. ഞാൻ ആഗ്രഹിക്കുന്ന എന്തായാലും അപ്പം മുന്നിൽ വരും. ആഹാ, കൊള്ളാലോ. ഇവരെന്നിട്ട് കുറെ കഷ്ടപ്പെടുത്തിയതാ. അതിന്റെ കണക്ക് തീർത്തോണ്ടിരിക്കാ ഞാൻ. കണക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല മാഡം. തീർക്കാൻ ഒരാഴ്ച കൂടി സമയം വേണം. സമയത്ത് തീർത്തു തരുന്നൊരു വിശ്വാസത്തിലാ ബാലേന്ദ്രനെ ഒരു കാര്യം ഞാൻ ഏൽപ്പിച്ചത്. ടീപ്പോയിൽ വെച്ചിട്ട് പൊക്കോ. ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആളെ ഏൽപ്പിക്കാം. അയ്യോ, അതെ, അവക്കാടോ പെട്ടെന്ന് വാങ്ങിട്ട് വരണം. സോറി മാഡം. പോയോ? പോയി. സുസ്മിത പറഞ്ഞെങ്കിലും ഞാൻ അവർക്ക് ഇത്രയും മാറ്റം പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതിന്റെ ക്രെഡിറ്റ് ബാലേന്ദ്രനും കൂടെ അവകാശപ്പെട്ടതാ. അപ്പൊ സുസ്മിത ആഗ്രഹിച്ച കാര്യം സാധിച്ചു. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാലും എന്റെ ആഗ്രഹം കൂടി ഒന്ന് സാധിച്ചു താ സുസ്മിത. ബാലേന്ദ്രൻ ജ്യൂസ് എടുക്ക്. സുസ്മി കുടിക്കി. അല്ല, സുസ്മിത മറുപടിയൊന്നും പറഞ്ഞില്ല. ബാലേന്ദ്രൻ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് സുസ്മിതയ്ക്ക് കൃത്യമായി മനസ്സിലായി. കാര്യം നടന്നപ്പോ പാലം വലിക്കല്ലേ സുസ്മിതേ. ഓ, നമ്മുടെ കല്യാണക്കാര്യം. കല്യാണമൊന്നും വേണ്ടെന്നേ. സുസ്മിത പറഞ്ഞതിനെ പറ്റി ഞാൻ കുറേ ആലോചിച്ചു നോക്കിയപ്പോ സുസ്മിത പറഞ്ഞത് തന്നെയാ ശരി. രോഹിത്തിനെ പറ്റി ഒരു വിവരവും ഇല്ലാതിരിക്കുമ്പോ ആ ബന്ധം ഉപേക്ഷിച്ച് സുസ്മിത എങ്ങനെയാ പെട്ടെന്ന് വേറൊരു കല്യാണം കഴിക്കുന്നത്? ഇനി രോഹിത്ത് മരിച്ചു എന്നൊരു വിവരം കിട്ടിയാ തന്നെ ഉടനെ ഒരു കല്യാണം കഴിക്കാൻ പറ്റൂ? അവൻ ചാവാൻ നോക്കിയിരുന്നല്ലേ നാട്ടുകാർ പറയൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നതേ സേഫായിട്ടുള്ള സ്ഥലത്താ. സുസ്മിത ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നോണ്ട് രോഹിത്തുമായിട്ടുള്ള ആത്മാർത്ഥതയിൽ ആർക്കും ഒരു സംശയം തോന്നില്ല. പിന്നെ ഒരു 5 ലക്ഷത്തിന്റെ കടബാധ്യത പത്മാവതിയുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് എപ്പോ വേണമെങ്കിലും വരാം, പോകാം. മറ്റാരും അറിയാതെ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അങ്ങ് ജീവിച്ചാ പോരെ? അപ്പോ നാട്ടുകാരൊന്നും പറയില്ലല്ലേ? എവിടുന്ന്? നമ്മൾ നല്ല തിക്ക് ഫ്രണ്ട്സ് അല്ലേ. ഇനി ഏവരെങ്കിലും ചോദിച്ചാ തന്നെ അവനെ നമ്മൾ സദാചാര പോലീസാക്കും. ഈ പുരോഗമനവാദികളൊക്കെ നമ്മളെ കൂടെ നിൽക്കൂ. ഇങ്ങനെയൊക്കെയല്ലേ ഒരു രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുന്നത്. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സുസ്മിതേ, വെറുതെ ആളെ വടിയാക്കരുതേ. ഇക്കാര്യത്തിൽ സുസ്മിതയുടെ നിലപാടെന്താന്നൊരു കൃത്യമായ മറുപടി എനിക്കിന്ന് വേണം. പെട്ടല്ലോ. ഇനി വായി നോക്കി ഒഴിവാക്കാൻ എന്താ ഒരു വഴി?
ഒരു വഴിയുണ്ട്. എനിക്കതില് വിസമ്മതമൊന്നും ഇല്ല ബാലേന്ദ്ര. പിന്നെ ആ, ഒന്ന് പറ സുസ്മിക്കുട്ടി. കല്യാണം എന്ന ചടങ്ങിലും താലി മഹാത്മ്യത്തിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. ആ, അതാണ്. പക്ഷേ ഒന്നുണ്ട്, പരസ്പര വിശ്വാസം. അത് വളരെ പ്രധാനമാണ്. എന്റെ പങ്കാളി എന്നോടുള്ള വിശ്വാസം നിലനിർത്തണമെന്ന്, അല്ലെങ്കിൽ എന്റെ മാത്രം പങ്കാളിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. താലി കെട്ടിയ പുരുഷനെ വരെ തന്ത്രപൂർവ്വം ഒഴിവാക്കി ഞാൻ ഇത്രയും നാള് കാത്തിരുന്നത് അതുപോലൊരു വിശ്വസ്തനായ പങ്കാളിക്ക് വേണ്ടിയാ. ഞാൻ ആ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും സുസ്മിതേ. ആ, ഏ, 100% ഗ്യാരണ്ടി, സത്യം. പക്ഷേ അക്കാര്യത്തില് എനിക്ക് സംശയമുണ്ട് ബാലേന്ദ്ര. മനസ്സിലായില്ല. നാട്ടുകാര് ബാലേന്ദ്രനെ പറ്റി പലതും പറയാറുണ്ട്. അതിനൊന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല. പക്ഷേ ഞാൻ നേരിൽ കണ്ടതും കേട്ടതുമായ കാര്യം അതിനെക്കുറിച്ച് പറയാലോ. സുസ്മിത എന്താ നേരിട്ട് കണ്ടതും കേട്ടതും? ശാരദാമ്മയുടെ മകൾ ശാലിനിയെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയ ആളാണ് ബാലേന്ദ്രൻ എന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ഏതൊരു പുരുഷനെയും പോലെ അവളെക്കുറിച്ച് ചില മനക്കോട്ടകളൊക്കെ ബാലേന്ദ്രൻ കെട്ടിയിട്ടുണ്ടാവും. വിഷ്ണുവേട്ടൻ അവളെ കല്യാണം കഴിച്ചതോടെ അതൊക്കെ അവസാനിച്ചെന്ന് കരുതാം. അതാ സുസ്മിത പ്രധാനം. ശാലിനി എന്നെ ചതിച്ചു, വിഷ്ണു സുസ്മിത ചതിച്ചു. അപ്പോ നമ്മൾ ഒരുമിക്കുന്നത് തന്നെ അല്ലേ യഥാർത്ഥ പ്രതികാരം? ആ, നമ്മൾ ഒരുമിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ പ്രതികാരം. പക്ഷേ അതിനെനിക്കൊരു ഉറപ്പ് വേണമെന്നാ ഞാൻ പറഞ്ഞ. ശാരദാമ്മയുടെ മക്കളോട് ബാലേന്ദ്രൻ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് പറഞ്ഞാ നിഷേധിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ അവരിലൊരു നോട്ടമുണ്ട്. ബാലേന്ദ്രന്റെ കാഴ്ചപ്പാടിൽ അതൊരു പ്രതികാരമായിരിക്കും. ചേച്ചി രാജേശ്വരിയുടെ പ്രതിയോഗിയായ ശാരദാമ്മയുടെ മക്കളോടുള്ള പ്രതികാരം. സുസ്മിതയോട് ആരാ ഈ അനാവശ്യമൊക്കെ പറഞ്ഞത്? ആരും പറഞ്ഞല്ല ബാലേന്ദ്ര, നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് കണ്ടതും കേട്ടതുവാ. ഒന്ന് തെളിച്ച് പറ സുസ്മിതേ. അല്ലെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിന്റെ ആധാരം എങ്ങനെയാ ബാലേന്ദ്രന്റെ പെട്ടിയിൽ വന്നേ? ഒരു ഉപാധിയോ പലിശയോ ഇല്ലാതെ എന്തിനാ ശാരികയ്ക്ക് 2 ലക്ഷം രൂപ എണ്ണിക്കൊടുത്തത്? അവളുടെ ചന്തം കണ്ടിട്ട് തന്നെയല്ലേ? ഓ ശാരിക, മേല എന്റെ ഫോണിൽ വിളിച്ച നിന്റെ കൈയും കാലും വെട്ടോടാ പട്ടി. നിന്റെ ഓഫീസിലോ വീട്ടിലോ എവിടെയാന്ന് വെച്ചാ അവിടെ വന്ന് വെട്ടി നോക്കും ഞാൻ. എന്താ ബാലേന്ദ്രനൊന്നും പറയാനില്ലേ? ഇതിനുള്ള മറുപടി പറയുകയല്ല, പ്രവർത്തിച്ച് കാട്ടിയിട്ട് വരാ സുസ്മിതേ. ഒരു തീപ്പൊരിയിട്ടത് പൊട്ടിയിട്ടുണ്ട്. പണി ശാരദാമ്മയ്ക്കും മക്കൾക്കും കിട്ടിക്കോളും. ഹലോ, നീ ഇപ്പോ രോഹിത്തിന്റെ വീട്ടിലല്ലേ? ആരെ മനസ്സിലായില്ല? ആണോ അല്ലയോ അത് പറ. അതറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? എന്നെ കൊല്ലാൻ നോക്കിയപ്പോഴല്ലേ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. നീ സേഫായി അങ്ങ് എത്തിയോന്ന് അറിയാനാ. നിന്നെ കൊല്ലാൻ? സുസ്മിതേ, അടിച്ചു കൊല്ലടാ അവളെ. ഇപ്പോ ഈ ഉടുത്ത വേഷം മാത്രമായിട്ട് നീ ഇവിടെ ഇറങ്ങിക്കോ. ഹലോ പ്രീതി.
ഹലോ ഹലോ അപ്പൊ അവള് ശരിക്കും കോമയിലല്ലേ? എങ്കിൽ ഞാൻ എന്റെ അബദ്ധത്തിന് എല്ലാം അവളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാനവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവളത് മറ്റുള്ളവരോട് പറഞ്ഞ ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. അല്ല ഞാനേ ഈ അവക്കാട് എവിടെ കിട്ടുമെന്ന് ചോദിക്കാനായിട്ട്. അവക്കാടോ ഒന്ന് പോതല്ലേ ഇവിടുന്ന്. അമ്മയമ്മയുടെ ഒരു അവക്കാടോ. ഇത് വാങ്ങണം. വിഷ്ണു, ഞാനിത് എന്റെ കൊച്ചുമൂക്ക് കൊടുത്ത പണമാ, എന്റെ പാറുകുട്ടിക്ക്. അവൾക്ക് തൽക്കാലം അതിന്റെ ആവശ്യമില്ല. പൊന്നിന്റെയും പത്രാസിന്റെ ഒന്നും വില അറിയാറായിട്ടില്ല അവള്. കുറച്ച് പാലോ കുറുക്കോ. പക്ഷെ ഒരു ബേബി സോപ്പോ പൗഡറോ കുളിപ്പിക്കാനുള്ള ഓയിലോ അത്രയൊക്കെ മതി സമ്മാനങ്ങള്. അവള് കണ്ണൂർന്ന് വരുന്നല്ലേ ഉള്ളൂ. കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങളൊന്നും വേണ്ട. അഹങ്കാരം കണ്ടില്ലേ അമ്മേ? അഹങ്കാരം നല്ലടി അതിന്റെ പേര്. അഭിമാനം എന്നാ. എന്നാലും ഇത് ദുരഭിമാനമല്ലേ അമ്മേ? നമ്മുടെ വീട്ടിലെ രാജകുമാരിയെ പോലെ വളരേണ്ട കുഞ്ഞിനെയോ അവർ കൊണ്ടുപോയി പട്ടിണിക്കിടുന്ന്. രാജകൊട്ടാരത്തി വളർന്നാലും സ്നേഹം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താടി കാര്യം? വിഷ്ണുവിന്റെ ശാലിനിയുടെ ഉള്ളിൽ അത് ആവശ്യത്തിനുണ്ട്. അർജുന പാറുവിന്റെ അച്ഛനെന്ന് പറഞ്ഞപ്പോ അവന്റെ നെഞ്ചൊന്ന് വിറച്ചത് നീ കണ്ടോ? രക്തബന്ധത്തെക്കാൾ കട്ടിയുള്ള സ്നേഹബന്ധത്തിനെ അതുണ്ടാക്കാൻ കഴിയും. മറ്റാരെയും ആശ്രയിക്കാതെ മോളെ ഒറ്റയ്ക്ക് വളർത്താനാ തീരുമാനം പറഞ്ഞപ്പോഴും എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എന്റെ സംശയങ്ങളെല്ലാം മാറിയിടി. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നയാ നമ്മുടെ പാർക്കുട്ടി. വിഷ്ണുവിന്റെ ശാലിനിയുടെയും ചങ്കു പറിച്ചു കൊടുക്കുന്ന സ്നേഹമാ അവളുടെ സ്വത്ത്. നീ വാ. കുറച്ച് സാമ്പാർ മതി.
അതെ, ശാരികമോൾ എവിടെ? ഇന്ന് കണ്ടില്ലല്ലോ. ശാരദാമ്മ കേക്കണ്ട. ഈ നിമിഷം ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. ഇറങ്ങാനാ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ചൂടെടുക്കും. എന്നെ പറഞ്ഞത്, എന്റെ അനിയത്തി പറഞ്ഞത് ഞാൻ അങ്ങ് സഹിച്ചു. എന്റെ അമ്മയെ പറ്റി അങ്ങനെ മോശമായി സംസാരിക്കുന്ന ഒരാള് ഇവിടെ വേണ്ട അമ്മേ. അമ്മായി അമ്മയെ അമ്മാവനെയൊക്കെ കെട്ടിക്കാൻ കാണിച്ച ആ മിടുക്കേ ഈ ശ്യാമയുടെ അടുത്ത് എടുക്കണ്ട. ഇടി ശ്യാമേ, വെറുതെ അല്ല കെട്ടിയോ ഇട്ടേച്ചു പോയത്. കുറച്ച് ചമ്മന്തിയോട് ഇത്തിരി ചമ്മന്തി. ഒരു ചായ. രാജി, അവിടെ ഒരു ചായ കൊടുക്കണേ. ശാന്തേ, തിരക്കുള്ള സമയത്ത് ചായ അടിച്ചു വെച്ചാ അതെടുത്ത് കൊടുക്കാനെങ്കിലും ഒരാള് വേണ്ടേ ഇവിടെ? കാലയിൽ ചക്രം പിടിപ്പിച്ചാ ഞാനിവിടെ ഓടിക്കൊണ്ടിരിക്കുന്നെ. നീയേ ദേ ആ ആളോട് പറഞ്ഞാ മതി. ശ്യാമയുടെ സൽപ്പേരിന്റെ കഥയൊന്നും ഇവളുടെ കോളേജിനെ തന്നെ ലെക്ചറായ എന്നോട് വിസ്തരിക്കണ്ട. എന്താടി പറഞ്ഞത്? ഇവളൊരാൾ കാരണല്ലേ അമ്മേ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ശാരദാമ്മേ, പറ്റ് ബുക്കിൽ എഴുതിക്കോ. ശങ്കരേട്ടൻ ഓർമ്മ വെച്ചിരുന്നാ മതി. ഇനി ബുക്കൊന്നുമില്ല. ശാരദാമ്മേ, എന്താകെ മൂടിക്കെട്ടിയ ഒരവസ്ഥ. മുമ്പ് ഇവിടെ വന്ന് കയറുമ്പോ തന്നെ മനസ്സിനൊരു തെളിച്ചമായിരുന്നു. അത് ശങ്കരേട്ടാ, ബാലേന്ദ്രൻ കണ്ടോടാ, ഇതാണ് ഉമ്മ പറഞ്ഞ സ്ഥലം. വാടാ വാ. ബാലേന്ദ്ര, ബാലേന്ദ്ര, എങ്ങനുണ്ട് സ്ഥലം? കൊള്ളാവോ? തരക്കേടില്ല. പക്ഷെ എവിടെയിട്ട് വെട്ടും ബാലേന്ദ്ര? അതിനൊക്കെ വിശാലമായ സ്ഥലമുണ്ട്. ആ പിന്നെ ഇവിടെ വായി നോക്കിയിരിക്കുന്നവരൊക്കെ ഒന്ന് ഒഴിഞ്ഞു തന്ന് സഹായിക്കണേ. ബാലേന്ദ്ര, ഇത്രയും സ്ഥലം പോരെ? ആ മതി. മാടിനെ കെട്ടാൻ 5 6 കുറ്റി അടിച്ചാ മതി. പുല്ലും തീറ്റയൊക്കെ ഇവിടെ ആവശ്യത്തിന് കിട്ടും. കുടിക്കാനുള്ള വെള്ളം കിണറ്റിന്ന് കോരി കൊടുക്കാം. വേനൽ പോലും വറ്റാത്ത കിണറാ. ആ കിണറിന്റെ തറയിലിട്ട് വെട്ടാം. എന്താ? മതി, ധാരാളം മതി. ആ ബാലേന്ദ്ര, എന്താ ഇതൊക്കെ? പിന്നെ വൃത്തി എനിക്ക് നിർബന്ധമാണ്. ഇപ്പതാ ഈ സ്ഥലം കിടക്കുന്ന കണ്ടില്ലേ, അതുപോലെ വൃത്തിയായിരിക്കണം. പിന്നെ നാറ്റം ഉണ്ടാവാൻ പാടില്ല. ഈ ഓരോന്നും ഓരോ സെക്ഷനായിട്ട് വേണം. ഈ കോഴിക്ക് ഭയങ്കര നാറ്റമാ. ഈ സാധനം വാങ്ങാൻ വരുന്നവർക്ക് മനം പുരട്ടൽ ഉണ്ടാവരുതല്ലോ. അതുകൊണ്ട് കോഴി അവിടെ ആയിട്ട് മതി. കൂടൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. താറാവ് ദേ അവിടെ. ആടുതാ അവിടെ ആയിട്ട് മതി. അപ്പോ പന്നിയോ ബാല?
അതൊക്കെ വേണോടാ? പിന്നെ ഉറപ്പായിട്ടും വേണം. എല്ലാം ഒരിടത്ത് കിട്ടുമെന്ന് വന്നാലേ ആൾക്കാർക്ക് ഒരു ആകർഷണം തോന്നൂ. ആ, കോഴി മാത്രമല്ല, കാടയും വേണം. അതിനും ഇപ്പൊ നാട്ടിൽ നല്ല ഡിമാൻഡാ. നമുക്ക് ആലോചിക്കാം. പിന്നെ ഈ പോത്തും കാളയൊക്കെ ദേ ഫ്രണ്ടിൽ തന്നെ വേണം. ഏറ്റവും ഡിമാൻഡ് ഉള്ളതേ അതിനാ. പിന്നെ എത്ര ആടിനെ വെട്ടിയാലും അതിന്റെ തല ദേ അവിടെ ഡിസ്പ്ലേ ആയിട്ട് വെക്കണം. എന്നാലേ വിശ്വാസ്യത കൂടും. ബാലേന്ദ്ര എന്താ ഇതൊക്കെ? ഹ, എന്താണെന്നോ പറയാം. നിങ്ങളുടെ മൂത്ത മുള വിളി ശാരിക്ക്. ആ, വിളിക്കുന്നേ.